കഴിഞ്ഞ ദിവസമാണ് മോഹൻലാലിന്റെ ഇനി വരാൻ പോകുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ പാക്കപ്പ് ആയ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞത്. മലയാളികൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണല്ലോ സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ട്. ഈ കൂട്ടുകെട്ടിൽ ഒരു വ്യത്യസ്ത ചിത്രമാണ് ഇത്തവണ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് എന്നതാണ് ഇതുവരെയുള്ള അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാകുന്നതും. എന്നാൽ ശരിക്കും വ്യത്യസ്തമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയേണ്ടതുണ്ട്. കാരണം ഈ ചിത്രത്തിലെ ലൊക്കേഷൻ ചിത്രങ്ങൾ വന്നപ്പോൾ ശരിക്കും വ്യത്യസ്തം എന്ന് പ്രേക്ഷകർ പോലും അടിവരയിടുന്ന കാര്യങ്ങളിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം. മോഹൻലാലിന് ഒരു ഹാട്രിക് വിജയമാകും എന്ന് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. ഇപ്പോൾ സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റില്ലാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രദ്ധ നേടുന്നതും പ്രേക്ഷകരെല്ലാം ഒന്നടങ്കം ഒന്ന് ഞെട്ടിയിട്ടുമുണ്ട്. മോഹൻലാൽ ഉൾപ്പെടുന്ന ഒരു രംഗത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റില്ലാണിത്. പ്രശസ്ത സ്റ്റണ്ട് കൊറിയോഗ്രാഫർ സ്റ്റണ്ട് സിൽവയെയും ഈ സ്റ്റില്ലിൽ കാണാം. ഇതാണ് പ്രേക്ഷകർക്ക് കൗതുകമാകുന്നത്. പിന്നീട് ആന്റണി പെരുമ്പാവൂരിനും സത്യനന്ദിക്കാടിനും ഒപ്പമുള്ള സ്റ്റണ്ട് സിൽവയുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ അതിശയത്തോടെ അവർ നോക്കിയാണ്. ഒരു സത്യനന്ദിക്കാട് സിനിമയിൽ സ്റ്റണ്ട് സിൽവയോ? കാരണം സ്റ്റണ്ട് സിൽവയാണല്ലോ തുടരും, എമ്പുരാൻ എന്നീ സിനിമകളിൽ മോഹൻലാലിന് വേണ്ടി സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തത്. അപ്പോൾ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലും അദ്ദേഹം എത്തുന്നു. അപ്പോൾ എന്തൊക്കെയോ ഉണ്ടല്ലോ എന്ന സ്റ്റണ്ടിനെ കുറിച്ചുള്ള പ്രേക്ഷക ചിന്തകൾ അങ്ങ് കാടുകയറുകയാണ്. അപ്പോഴാണ് സത്യനന്ദിക്കാട് പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരുന്നത്. സത്യനന്ദിക്കാട് സിനിമകളിൽ, അത് മോഹൻലാലിനൊപ്പമുള്ള സിനിമകളിൽ അണ്ടർ റേറ്റഡ് ആയ ഒരു സിനിമയുണ്ട്, പിൻഗാമി എന്ന ചിത്രം. അതേ ഫോർമാറ്റിൽ വരുന്ന ഒരു ചിത്രം ചെയ്യാനുള്ള ആഗ്രഹങ്ങളെ കുറിച്ച് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. പുതിയ സിനിമയിലേക്ക് എത്തുമ്പോൾ അതേപോലൊരു വ്യത്യസ്ത അപ്രോച്ച് ആയിരിക്കും ഈ സിനിമയിൽ എന്ന് അദ്ദേഹം ഒരു സൂചനയും നൽകിയിരുന്നു. കൂടാതെ മോഹൻലാൽ തന്നെ അടുത്തിടെ പറയുകയും ചെയ്തു, സത്യനന്ദിക്കാട് സിനിമകളിൽ നിന്നും ഇച്ചിരി വ്യത്യസ്തമായ സിനിമയായിരിക്കും ഇതെന്ന്. ഫീൽ ഗുഡ് സിനിമയാണെങ്കിലും ചില വ്യത്യസ്തതകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ചില മുഹൂർത്തങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഇതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മോഹൻലാലിന്റെ അവസാന 2 സിനിമകളായ എമ്പുരാന്റെയും തുടരുന്റെയും സ്റ്റണ്ട് ഒരുക്കിയ സ്റ്റണ്ട് സിൽവ ഇതിലെത്തുമ്പോൾ ഇങ്ങനെയും ചില പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് ആരാധകർ. ഈ സിനിമയിലെ മോഹൻലാലിന്റെ ഫൈറ്റ് സീനുകൾ തിയേറ്ററിൽ വലിയ ആരവും ആഘോഷവും ഒക്കെ ഉണ്ടാക്കി തന്നു. വീണ്ടും മോഹൻലാൽ സ്റ്റണ്ട് സിൽവ കോമ്പിനേഷൻ ഒരു ഗംഭീര സ്റ്റണ്ട് സീക്വൻസ് ഉണ്ടാകുമോ എന്നറിയാനുള്ള ആവേശത്തിലാണ് ആരാധകരും. എന്നിരുന്നാലും വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. കാരണം സ്റ്റണ്ട് സിൽവ ഹൃദയപൂർവ്വം സെറ്റിൽ പോയി എന്ന് പറഞ്ഞ് മോഹൻലാൽ ആരാധകർ വലിയ സർപ്രൈസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനു മുമ്പ് സത്യനന്ദിക്കാടിന്റെ മകൾ എന്ന ചിത്രത്തിൽ സുപ്രീം സുന്ദർ വർക്ക് ചെയ്തു എന്നതുകൂടി ഓർക്കണം. അതുകൂടി പ്രേക്ഷകർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു മുൻകരുതൽ വേണമല്ലോ. ഒത്തിരി പ്രതീക്ഷയിലോട്ട് പോകണ്ട. ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് കാണുകയുമില്ല. എന്നാൽ ഒരു വ്യത്യസ്തമായ സിനിമയായിരിക്കും. പിൻഗാമി എന്ന സിനിമയോടൊക്കെ കൂട്ടി വായിക്കണമോ എന്നതും സിനിമ ഇറങ്ങിക്കഴിഞ്ഞേ പറയാൻ പറ്റത്തുള്ളൂ. അതേസമയം ഓഗസ്റ്റ് 28 ഓണം റിലീസായാണ് ഹൃദയപൂർവ്വം തിയേറ്ററിലേക്ക് എത്തുന്നത്. ഹൃദയപൂർവ്വം ഒരു ഫീൽ ഗുഡ് സിനിമയായിരിക്കും. എന്നാൽ സത്യേട്ടന്റെ സാധാരണ സിനിമകളിൽ നിന്നൊക്കെ മാറിയ ഒരു കഥയാണ്. അതിനുവേണ്ടി കാത്തിരിക്കാം എന്നാണ് സിനിമയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. സത്യനന്ദിക്കാട് മോഹൻലാലും ഒന്നിക്കുന്ന 20ാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം. ആശീർവാദ് സിനിമാസും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന 5ാമത്തെ ചിത്രം. എന്തായാലും ഈ വിവരങ്ങൾ അറിഞ്ഞ ആരാധകരും പ്രേക്ഷകരും ഒക്കെ അതിശയത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ പോസ്റ്റും ഇടുന്നത്. കാരണം ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ മോഹൻലാലിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അങ്ങ് വാനോളമാണല്ലോ. എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്ന സിനിമകളിൽ പ്രതീക്ഷകൾ വളരെ കൂടുതലാണ്. ഇങ്ങനെയും ചില കോമ്പിനേഷനുകൾ കാണുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല. അതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതും. ഒറ്റയടിക്ക് പ്രതീക്ഷ വയ്ക്കുന്നതിനപ്പുറം പല കാര്യങ്ങൾ കൂടി ചിന്തിച്ചാൽ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റു ചില ആരാധകരും എത്തുന്നത്.